ഹലോ. അതെ, ഈ വമ്പൻ ഡ്രാമകൾ, വമ്പൻ സീരിയലുകൾ, സിനിമകൾ, പോളിറ്റിക്സ്, പൊളിറ്റിക്കൽ ഫീൽഡ് ഇവിടെ മാത്രമല്ല കേട്ടോ, പലയിടത്തും ഡ്രാമകൾ നടക്കുന്നുണ്ട്. അതായത് ഒരു മെഗാ സീരിയലിനെ വരെ തോപ്പിക്കുന്ന ട്വിസ്റ്റുകളുള്ള ഡ്രാമകൾ. മനസ്സിലായില്ല അല്ലേ? പൊളിറ്റിക്കൽ മെന്യൂവറിങ് എന്ന് പറയും. മെന്യൂവർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൂടെ പയ്യെ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ഡ്രൈവർ മെന്യൂവേർഡ് ദ ബസ് എന്ന് പറഞ്ഞാൽ ഒരു വേണമെങ്കിൽ ഭയങ്കര ബസ്സിന് പോകാനില്ലാത്ത സ്ഥലത്തൂടെ വേണമെങ്കിൽ കുത്തനെയുള്ള ഒരു ഏരിയ കൂടെ അയാൾ നല്ലോണം എടുത്തു എന്നാണ്. അപ്പോൾ പൊളിറ്റിക്കൽ മെന്യൂവറിങ്, അതായത് പോളിറ്റിക്സിൽ യൂഷ്വലി കാണാറുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒരിടത്തുണ്ടാവും, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വേറെ അടുത്തായിരിക്കും. പക്ഷേ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് വരുന്നത് മൂന്നാമതൊരിടത്തായിരിക്കും. മനസ്സിലായില്ല അല്ലേ? ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമുക്കൊരു ഓഫീസ് എടുക്കാം. ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് പറയാൻ. എക്സാമ്പിൾ, ഞാനൊരു ബോസാണെന്ന് ഓർത്തു. ഓക്കെ, എൻ്റെ സ്ഥാപനത്തിൽ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ നല്ല പെർഫോമേഴ്സ് ഉണ്ട്, ആവറേജ് പെർഫോമേഴ്സ് ഉണ്ട്, കുറേ പേര് എന്നെ ചൊറിയുന്നവരുണ്ട്, കുറേ പേര് ഞാനും ചൊറിയും. ഇറ്റ്സ് വൺ ബിഗ് ഹാപ്പി ഫാമിലി. പക്ഷേ എനിക്ക് ചിലർ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞാൽ അവർ സ്വമേധയാ പോയാൽ അത്രയും നല്ലത്. പക്ഷേ അവർ പോകുന്നില്ല. മാത്രമല്ല, ഇവർ പറഞ്ഞു വിടുന്നത് സർവ്വസാധാരണമാണെന്ന് തോന്നിക്കാൻ വേണം. സോ വാട്ട് ഡു ഐ ഡു? ദെൻ ഐ വിൽ ഡു സം പോളിറ്റിക്സ്. അതിലൊന്നാണ്, ഞാൻ അതിൽ നിന്ന് ഒരാളെ സ്ലോലി എൻ്റെ അടുത്തേക്ക് എത്തിക്കുക. സി, ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ബോസാണ്. എനിക്ക് ഒരാൾ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ പറഞ്ഞു വിടണം. പക്ഷെ അത് ഭയങ്കര സ്മൂത്തായിട്ട് തോന്നിക്കണം. ഒരിക്കലും ഞാൻ പറഞ്ഞു വിടുന്നത് പോലെ തോന്നിക്കരുത്. അപ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്ത ആൾ സിറിലാണ്. ഓക്കെ, പക്ഷേ ഏബ്രഹാം, ബാബു, സിറിൽ, ഇവർ 3 പേരും കട്ട ദോസ്തുക്കളാണ്, നല്ല പെർഫോമേഴ്സുമാണ്. എനിക്ക് പക്ഷേ സിറിലിനെ എന്തെങ്കിലും രീതിയിൽ പറഞ്ഞു വിട്ടേ മതിയാവും. സോ വാട്ട് ഡു ഐ ഡു ഇസ്, സിറിലിന് ഞാൻ ഒരിക്കലും ലേ ഓഫ് നോട്ടീസ് കൊടുക്കില്ല. ഞാൻ ലേ ഓഫ് നോട്ടീസ് കൊടുക്കാൻ പോകുന്നത് ഏബ്രഹാമിനാണ്. ഏബ്രഹാം ഞെട്ടിത്തെറിച്ചു പോയി. ഓക്കെ, ഞാൻ ഏബ്രഹാമിനെ വിളിച്ച് പറഞ്ഞു, പ്ലീസ് ഗോ എന്ന് പറഞ്ഞു. ഏബ്രഹാം ചെന്ന് ബാബുവിൻ്റെ അടുത്തും സിറിലിൻ്റെ അടുത്തും തൻ്റെ വിഷമങ്ങൾ മുഴുവൻ പറഞ്ഞു. കമ്പനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം കമ്പനി ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഡെയിലി ഇങ്ങനെ വന്ന് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു വന്ന്, അതായത് ഇവിടെ ഏബ്രഹാമിന് 1 മന്ത് നോട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡെയിലി അയാൾ വന്ന് ഇങ്ങനെ പറഞ്ഞ് ബാബുവിൻ്റെയും സിറിലിൻ്റെയും മനസ്സാകെ കലുഷിതമായി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അവസാനം ബാബുവിന് ദേഷ്യം വന്ന് ഈ ഫുൾ കമ്പനിയും ബോസും എൻ്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് അവർക്കെതിരെ ഒരു കോൾഡ് വാർ തുടങ്ങി. അവസാനം നിക്കക്കളിയില്ലാതെ വന്നപ്പോൾ ബാബു ഒന്ന് ഇറങ്ങിപ്പോയി. അവസാനം സിറിലും എബ്രഹാം മാത്രം ബാക്കിയായി. സിറിൽ ഇടയ്ക്കിടയ്ക്ക് എബ്രഹാമിനോട് ചോദിച്ചുകൊണ്ടിരുന്നു, എടാ നീ എപ്പോഴാണ് ഇറങ്ങുന്നത്, നിനക്ക് വേറെ എന്തെങ്കിലും ആയോ, നീ വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? അപ്പോൾ എബ്രഹാം ഓരോ മുടന്ത ന്യായങ്ങൾ പറയാൻ തുടങ്ങി. അതെ, ബോസ് പറഞ്ഞു ഒരു 2 മാസം കൂടെ നിൽക്ക്, പുതിയൊരാൾ വന്ന് അയാളെ കൂടെ ട്രെയിൻ ചെയ്തിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ബോസ് ഇങ്ങനെ പറഞ്ഞു, ബോസ് അങ്ങനെ പറഞ്ഞു, മറ്റേ അടുത്ത മാസം ഇങ്ങനെ മുഹൂർത്തം, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എബ്രഹാം ഇങ്ങനെ മുടന്ത ന്യായങ്ങൾ പറയാൻ തോന്നിയപ്പോഴേക്കും സിറിലിൻ്റെ ഉള്ളിൽ ഒരു വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞു. അവസാനം സിറിൽ വിചാരിച്ച പോലെ തന്നെ നടന്നു. പോകേണ്ട സമയം വന്നപ്പോൾ പോകാൻ പറഞ്ഞത് ആരോടാണെന്ന് അറിയോ? ഏബ്രഹാമിനോടല്ല, സിറിലിനോട് പോകാൻ പറഞ്ഞു, റിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഏബ്രഹാമിൻ്റെ റെസിഗ്നേഷൻ നോട്ടീസ് അവർ റിവോക്ക് ചെയ്തു, തിരിച്ചു മേടിച്ചു. ഏബ്രഹാം ഇപ്പോൾ ഹാപ്പി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? ഡെഫിനറ്റ്ലി ഒരു പൊളിറ്റിക്കൽ മെന്യൂവറിംഗ് ആണ് സംഭവിച്ചത്. ആദ്യം അവരതിനെ ചൂസ് ചെയ്തത് ഏബ്രഹാമിനെയാണ്. തുടക്കത്തിലെ ഏബ്രഹാം ഒന്ന് ഞെട്ടി. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഏബ്രഹാമിനോടുള്ള ഡിസ്കഷൻസ്, അതായത് ബോസുമായിട്ടുള്ള നിരന്തര മീറ്റിങ്ങിൽ നിന്ന് ഏബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ബോസിന് ഏബ്രഹാമിന് ആവശ്യമുണ്ട്. പക്ഷേ ഫ്രണ്ട്സിൽ ഒരാൾ പോയേ ഒക്കൂ. എന്ത് ചെയ്യാം, വയറ്റുപഴുപ്പിന് വേണ്ടിയാവാം, ഏബ്രഹാം അവരുടെ ആ ഡ്രാമ കളിക്കുകയായിരുന്നു. ഇവിടെ ഏബ്രഹാം ഒരു വിക്ടിം കാർഡ് കളിച്ചു. വിക്ടിം കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് എന്നെ എല്ലാവരും ദ്രോഹിക്കുന്നു, ഞാൻ സഹിക്കുന്നു, ഞാനാണ് ദുഃഖപുത്രൻ എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ പ്രൊജക്റ്റ് ചെയ്തു. അതായത് തൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ, താനൊരു വിക്ടിം ആണെന്നുള്ളത് മുഴുവൻ അയാൾ ട്രയാങ്കുലേറ്റ് ചെയ്തു. ഇതിനാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. അതെല്ലാം ബാബുവിലോട്ടും സിറിലോട്ടും അയാൾ ട്രയാങ്കുലേറ്റ് ചെയ്തു. അവസാനം ബാബു പൊട്ടിത്തെറിച്ചു. ബാബു ഒന്ന് ഇറങ്ങിപ്പോയി. ബാബു ഇവിടെ വെറും കൊളാട്രൽ ഡാമേജ് ആണ്. കൊളാട്രൽ ഡാമേജ് എന്താണെന്ന് അറിയാമോ? പറ്റിപ്പോയൊരു സംഭവം. അത് ഒരിക്കലും വേണമെന്ന് വെച്ചതല്ല, പക്ഷേ അനിവാര്യമായി പോയി. ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ കുറേ പാവങ്ങൾ, ഇതിലൊന്നും പെടാത്ത കുറേ പാവങ്ങൾ കൊല്ലപ്പെടുകയില്ലേ? ദേ ആർ ഓൾ കോൾഡ് കൊളാട്രൽ ഡാമേജ്. ഇവിടെ ബാബു ഒരു കൊളാട്രൽ ഡാമേജ് ആയിരുന്നു. അവസാനം ബ്ലെയിം കിട്ടിയത് ആർക്കാണ്? സിറിലിന്. സോ സിറിൽ ഇസ് ദ സ്കേപ്പ് ഗോട്ട്. വേറെ ആരുടെയോ ഉദ്ദേശങ്ങൾക്കോ വേറെ ആരുടെയോ തെറ്റുകൾക്ക് ബ്ലെയിം കിട്ടേണ്ടി വരുന്ന ആ ഒരാൾ, അയാളെയാണ് സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത്. സിറിലായിരുന്നു ഒറിജിനൽ ടാർഗറ്റ്. ഓക്കെ, എൻ്റെ ഒറിജിനൽ ടാർഗറ്റ് സിറിലായിരുന്നു. സോ സിറിലിനെ പറഞ്ഞു വിടാൻ ഇവിടെ എനിക്കിപ്പോൾ റീസൺ ഉണ്ട്. സിറിൽ പ്രശ്നങ്ങളുണ്ടാക്കി, ഇവിടെ കമ്പനി ഒരു ഇഷ്യൂ ഉണ്ടായി, കുറേ പേർക്ക് റെസിഗ്നേഷൻ നോട്ടീസ് കൊടുത്തു. ഏബ്രഹാമിന് ഒരു റെസിഗ്നേഷൻ നോട്ടീസ് കൊടുത്തു. അപ്പോൾ ഡെഫിനറ്റ്ലി സിറിലൊന്ന് ഇറങ്ങിപ്പോയാൽ അതാരും കാര്യമാക്കില്ല, ബിക്കോസ് കമ്പനിയിൽ ഏതായാലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഓൾ റൈറ്റ്. പിന്നെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും മിണ്ടാതെ ബോസിൻ്റെ ഈ പവർ പ്ലേക്ക് കൂട്ടുനിന്ന ഏബ്രഹാം ഒരു ഗ്യാസ് ലൈറ്റർ ഓർ മാനിപ്പുലേറ്ററാണ്. ആൾ പ്രൊജക്റ്റ് ചെയ്ത ഇമേജ് വേറെയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയട്ടെ, ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ബോസിനെ ബ്ലെയിം ചെയ്യേണ്ട. ബോസിൻ്റെ സ്ഥാപനമാണ്. സ്ഥാപനത്തിൽ ആരൊക്കെ വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ബോസാണ്. ഏബ്രഹാം, ബാബു, സിറിൽ ഇവരൊക്കെ വയറ്റിപ്പഴപ്പിന് വേണ്ടി തന്നെയാണ്. പക്ഷേ
നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ കഴിവതും ഓഫീസ് പോളിറ്റിക്സിലൊന്നും ഇൻവോൾവ് ആവരുത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് റെസിഗ്നേഷൻ നോട്ടീസ് കിട്ടിയാൽ കുഴപ്പമില്ല, അത് അവരുടെ നല്ലതിന് വേണ്ടിയാണ് എന്നൊന്ന് ചിന്തിക്കുക. അവർക്ക് നല്ലൊരു ഭാവി, നല്ല ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ടെന്ന് ഓർക്കുക. ക്ഷോഭിച്ച് ഇറങ്ങി പോകരുത് ഈ ബാബു ചെയ്ത പോലെ. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഒറിജിനൽ ടാർഗറ്റ് നിങ്ങളാണ്. നിങ്ങളായിരുന്നു അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വേദനയോടെ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ലീവ് ദാറ്റ് പ്ലേസ്. നിങ്ങൾ വേണ്ടാത്തവരടുത്ത് നിങ്ങൾക്ക് എന്തിനാ പിന്നെ? നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഓക്കെ, സോ ട്രൈ നോട്ട് ടു ഇൻവോൾവ് ഇൻ ഓഫീസ് പോളിറ്റിക്സ്. ട്രൈ നോട്ട് ടു ടേക്ക് തിങ്സ് ടു ഹാർട്ട്. ഓക്കെ, ഇതെല്ലാം വിട്ടുകളാണ്. ഇതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഡ്രാമ. പിന്നെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് മേക്ക് എ ഗ്രേസ്ഫുൾ എക്സിറ്റ്. അവിടെ നിന്ന് പോകും. ഓൾ റൈറ്റ്. പിന്നെ അവരൊരു പാഠം പഠിപ്പിക്കണം. ആരും പഠിക്കാൻ പോകുന്നില്ല. കാരണം ഇത് പണ്ട് മുതലേ ഉള്ളതാണ്, ഇനിയും തുടരും. ഓക്കെ, സോ നത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. പക്ഷേ ചില കാര്യങ്ങൾ മനസ്സിലായ ഇൻ എ വേ എബ്രഹാമും പാവ, ബാബുവും പാവ, സിറലും പാവ. ഇറ്റ്സ് നോബഡീസ് ഫോൾട്ട്. ഇറ്റ്സ് എ സിസ്റ്റം. ബൈ.